എൻ്റെ കയ്യിലെ പണം ഒരാൾ മോഷ്ടിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പിന്നീട് ഉണ്ടാക്കാം. എന്നാൽ ഒരിക്കലും പോയാൽ തിരിച്ചു കിട്ടാത്തൊരു സംഗതി സമയം. അത് നമ്മളറിയാതെ പലരും വിദഗ്ധമായി നമ്മുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ ഒരു ഉപയോഗമില്ലാതെ ജസ്റ്റ് തലയൊന്ന് തിരിക്കുന്നതിന് 1 മില്യൺ വ്യൂ വരുന്ന ഒരു വീഡിയോ, അതും ഒരു മോഷണമാണ്. ഭർത്താവ് ഭാര്യയെ പ്രാങ്ക് ചെയ്യുന്നൊരു വീഡിയോ, അവരെന്തോ ആയിക്കോട്ടെ, പക്ഷേ അതിന് നമ്മുടെ സമയം കളയണോ? എത്ര വ്ളോഗേഴ്സ് ഉണ്ട്, ഇവരുടെ വീഡിയോ വിശ്വസിച്ച് നമുക്ക് ഏതെങ്കിലും സ്ഥലത്തോട്ട് യാത്ര പോകാൻ കഴിയുമോ? ആ സ്ഥലത്തിൻ്റെ ഒരു ഗൈഡൻസ് എത്ര പേര് നൽകുന്നുണ്ട്? ആ സ്ഥലത്തിൻ്റെ ചരിത്രമോ ഒന്നും നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. അവരുടെ പെർഫോമൻസും അവരുടെ പ്രൊമോഷനും, ഇതിനും നമ്മളെ സമയം കളയണം. നമ്മൾ വർക്ക് ചെയ്യേണ്ട സമയം, ഫ്രീ ടൈമിൽ നമ്മുടെ ഫാമിലിക്കൊപ്പം ഇരുന്ന് അവരുമായി കൂടുതൽ അടുക്കേണ്ട സമയം, നമ്മുടെ പുതിയ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ട സമയം, ഫ്രീ ടൈമിൽ കുറച്ച് സമയം പുതിയ ഹാബിറ്റിനോ മറ്റുള്ളവയ്ക്കൊക്കെ വേണ്ടി ചെയ്യേണ്ട സമയങ്ങൾ നമ്മൾ ഇവർക്ക് വേണ്ടി മാറ്റിവെക്കും. അൺബോക്സിങ് എന്ന് പറഞ്ഞിട്ട് കമ്പനി കൊടുക്കുന്ന പ്രൊഡക്റ്റ് അവർക്ക് വേണ്ടി നമ്മളെ കാണിക്കുന്നു. അതിന് നമ്മൾ കളയണം നമ്മുടെ 10 മിനിറ്റ്, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ജീവിതത്തിലെ 10 മിനിറ്റ്. കഠിനമായി വർക്ക് ചെയ്യുന്ന അവർ 10 വർഷത്തിന് ശേഷം എവിടെ നിൽക്കും? ഇതൊരു ശീലമാക്കി രാവിലെ ആവുന്നതിന് മുമ്പ് വൈകുന്നേരം ആവുന്നല്ലോ എന്നൊക്കെ പറയുന്ന നമ്മൾ ഇതേ 10 വർഷത്തിന് ശേഷം എവിടെ നിൽക്കും? നിങ്ങൾ പറയും ഇത് വെറും 10 മിനിറ്റ് മാത്രമാണെന്ന്. എന്നാൽ എനിക്ക് ദൈവം തന്ന വരദാനമായ ജീവിതം ഇതുപോലുള്ള കുറേ 10 മിനിറ്റുകൾ ചേർന്നതാണ്. ഇത് പറഞ്ഞത് വാൾമാർട്ടിൻ്റെ ഫൗണ്ടർ സാം വാൾട്ടനാണ്. ഇതും പറഞ്ഞ് അദ്ദേഹം വേഗം പോയി വിമാനം വാങ്ങി. ഇനിയെങ്കിലും നമ്മളിത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ തന്നെ ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ താറുമാറാക്കി കളയും. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആദ്യ സ്റ്റെപ്പായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ വീഡിയോയും ഓരോ പോസ്റ്റും അത് കാണുന്നതിന് മുമ്പ്, വായിക്കുന്നതിന് മുമ്പ് ഇതെനിക്ക് ആവശ്യമുണ്ടോ എന്നൊറ്റ ചോദ്യം ചോദിക്കുക. ആവശ്യമുണ്ട്, യൂസ്ഫുൾ ആണ് എങ്കിൽ ധൈര്യമായിട്ട് കാണാം. ഇനി എനിക്ക് എൻ്റർടൈൻമെൻറ്റ് വേണം, ലൈഫിലൊന്ന് റിലാക്സ് ചെയ്യാൻ എന്നാണെങ്കിൽ ദിവസവും 1-2 മണിക്കൂർ ഒരു കൃത്യമായ സമയം അതിനുവേണ്ടി മാറ്റിവെക്കാം, ഷെഡ്യൂൾ ചെയ്യാം. ആ സമയം അങ്ങ് പോട്ടെ. ബാക്കിയുള്ള സമയം നമ്മുടെ പ്രൊഡക്ടിവിറ്റിക്കും നമ്മുടെ വർക്കിനും നമ്മുടെ പുതിയ ഹോബികൾക്കും ജീവിതത്തെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ജോലി കഴിഞ്ഞുള്ള ആ സമയം, ആ ചെറിയ ബ്രേക്ക്, ആ സമയത്ത് നമ്മളുടെ കൈ മൊബൈൽ ഫോണിലേക്ക് പോകുന്നതിന് പകരം പുതിയൊരു ഹോബി നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കും. ഇനിയെങ്കിലും നമ്മളിത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പുതിയ കലണ്ടർ വാങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും അടുത്ത കലണ്ടർ വാങ്ങാനായല്ലോ. സമയം എത്ര പെട്ടെന്നാണ് പോകുന്നത്. ഇതൊക്കെ പറഞ്ഞ് കാലം അതിവേഗം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ നിൽക്കും. ഈ ഒരു തീരുമാനം നമ്മുടെ ലൈഫിന് വേണ്ടി നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫിന് മുകളിൽ മറ്റു പലരും തീരുമാനങ്ങൾ എടുക്കും. ഇറ്റ്സ് മീ MK ജയദേവ്.